നമസ്കാരം. തേടേ ന്യൂസിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം തമ്പാനൂരിൽ മദ്യപിച്ച് ലക്കുകെട്ട് ജനത്തിനു നേരെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ ടാറ്റു ആർട്ടിസ്റ്റ് അറസ്റ്റിലായ സംഭവം ഏവരെയും ഞെട്ടിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. ഈ സംഭവത്തോടെ വെറുമൊരു ടാറ്റു ആർട്ടിസ്റ്റിന് എങ്ങനെ തോക്ക് കിട്ടി, അല്ലെങ്കിൽ സ്വയം സുരക്ഷയ്ക്ക് അനുവദിക്കുന്ന തോക്ക് ടാറ്റു ആർട്ടിസ്റ്റിന് ലഭിച്ചെങ്കിൽ ഇയാൾ ആരാണ്, എങ്ങനെയാണ് കേരളത്തിൽ ഇത്ര എളുപ്പത്തിൽ ആർക്കും തോക്കിന്റെ ലൈസൻസ് ലഭിക്കുന്നത്, അല്ലെങ്കിൽ തോക്ക് ലഭിക്കുന്നത്? ഇതൊക്കെയാണ് ഇപ്പോൾ ചോദ്യമാകുന്നത്. നമുക്കറിയാം, സ്വയം രക്ഷയ്ക്കായാണ് സാധാരണക്കാർക്ക് തോക്ക് അനുവദിക്കുന്നത്. അതും ആ വ്യക്തി താമസിക്കുന്ന ജില്ലയിലെ കളക്ടറേറ്റിലാണ് ഇതിനായി അപേക്ഷ സമർപ്പിക്കേണ്ടത്. സർക്കാരിന് കീഴിലുള്ള സുരക്ഷാ ഏജൻസികൾക്കും വ്യക്തികൾക്കും തോക്ക് അനുവദിക്കുന്നതിനുള്ള വ്യവസ്ഥകളൊക്കെ കേരളത്തിൽ വ്യത്യസ്തവുമാണ്. സുരക്ഷാ സേന ഉപയോഗിക്കുന്ന തരത്തിലുള്ള തോക്കുകളാകട്ടെ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ ആകില്ല. ഒരു വ്യക്തി ജില്ലയിലെ കളക്ടറേറ്റിൽ തോക്കിനായി അപേക്ഷ നൽകിയാൽ തന്നെ ജില്ലാ പോലീസ് മേധാവി, റവന്യൂ ഡിവിഷണൽ ഓഫീസർ, ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ എന്നിവർക്ക് കളക്ടർ അന്വേഷണത്തിന് നിർദ്ദേശം നൽകും. റിപ്പോർട്ട് അനുകൂലമാണെങ്കിൽ മാത്രമായിരിക്കും അവർക്ക് തോക്ക് അനുവദിക്കുക. ആദ്യം 1 വർഷത്തേക്കും പിന്നീട് 5 വർഷത്തേക്കുമാണ് ലൈസൻസ് നൽകുന്നത്. ക്രമസമാധാന പ്രശ്നം, തിരഞ്ഞെടുപ്പ് തുടങ്ങിയ ഘട്ടങ്ങളിൽ സർക്കാർ നിർദ്ദേശിക്കുമ്പോൾ ഈ തോക്ക് അധികൃതർക്ക് മുന്നിൽ ഹാജരാക്കേണ്ടതുണ്ട്. ജീവന് ഭീഷണി ഉണ്ടാകുന്നു എന്ന് അധികൃതർക്ക് തോന്നുന്നവർക്ക് മാത്രമായിരിക്കും വിശദമായ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ തോക്കുകൾ നൽകുക. എന്നാൽ വന്യമൃഗങ്ങളെയൊക്കെ വെടിവെച്ച് കൊന്നാൽ കടുത്ത നടപടികൾ നേരിടേണ്ടി വരും. കളക്ടറാണ് തോക്ക് അനുവദിക്കുന്നത്. ഇതിന് പ്രത്യേക ഫോമിൽ അപേക്ഷ നൽകണം. നിരവധി പരിശോധനകൾക്ക് ശേഷം മാത്രമേ തോക്ക് കൈവശം വയ്ക്കാൻ അർഹതയുണ്ടെന്ന് വ്യക്തമായാൽ ലൈസൻസ് അനുവദിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ തിരുവനന്തപുരത്തെ ടാറ്റു ആർട്ടിസ്റ്റിന് എങ്ങനെയാണ് ഈ തോക്ക് ലഭിച്ചത്? അത് മാത്രമല്ല, തോക്ക് ലൈസൻസ് ഒക്കെ പുതുക്കാൻ ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് മാത്രം മതി. ആദ്യമായി തോക്കിന് ലൈസൻസ് അപേക്ഷിക്കുമ്പോൾ മാനസിക ആരോഗ്യം സംബന്ധിച്ച മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വരെ ഹാജരാക്കേണ്ടി വരും. തോക്ക് ഉപയോഗിക്കാൻ അറിയുന്നവരാണോ എന്ന് പോലീസ് റിപ്പോർട്ട് വേണം. തോക്ക് വീട്ടിൽ സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള സൗകര്യമുണ്ടെന്ന് അധികൃതർക്ക് ബോധ്യപ്പെടണം. തോക്കിന്റെ ഉത്തരവാദിത്തം ഉടമയ്ക്ക് മാത്രമായിരിക്കും. സ്വയരക്ഷയ്ക്ക് മാത്രമാണ് തോക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ജീവന് ഭീഷണിയില്ലാത്ത സാഹചര്യത്തിൽ എയർഗൺ ആയാൽ പോലും ചൂണ്ടിയാൽ നിയമ നടപടി നേരിടേണ്ടി വരും. തോക്കുകൊണ്ട് ജീവൻ അപകടം സംഭവിച്ചാലും നിയമ നടപടികൾ നേരിടേണ്ടി വരും. അതായത് ലൈസൻസ് ലഭിക്കണമെങ്കിൽ പോലും 21 വയസ്സ് പൂർത്തിയാകണം. അത് മാത്രമല്ല, 75 വയസ്സ് കടക്കുകയും ചെയ്യരുത്. അതേസമയം ഇന്ന് എയർഗൺ കാരണമുള്ള അപകടങ്ങളടക്കം കുറ്റകൃത്യങ്ങൾ ഏറുകയാണ്. ഇന്ന് പലരുടെ കയ്യിലും ഇത്തരത്തിൽ തോക്കുകൾ, അല്ലെങ്കിൽ തോക്കുകൾ മാതിരിയുള്ള എയർഗൺ അടക്കം ഉണ്ടെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിലൊന്നാണ് ഇപ്പോൾ ടാറ്റു ആർട്ടിസ്റ്റിന്റെ കയ്യിൽ ലഭിച്ചിരിക്കുന്ന ഈ തോക്ക്. ഇന്ന് പലരുടെ കയ്യിലും ഇത്തരത്തിൽ എയർഗൺ ഉണ്ടെന്നുള്ള വിവരങ്ങളാണുള്ളത്. പക്ഷികളെയും മൃഗങ്ങളെയും ഓടിക്കാനും തമാശയ്ക്കുമൊക്കെ ഉപയോഗിച്ചിരുന്ന എയർഗണ്ണുകൾ ആളെ കൊല്ലികളായി മാറുകയാണ്. പരസ്പരം ആക്രമിക്കുന്നതിന് എയർഗൺ ഉപയോഗിച്ചതിലൂടെ ഇക്കൊല്ലം 6 അപകടങ്ങൾ, അല്ലെങ്കിൽ 3 പേരടക്കം മരിച്ച വിവരങ്ങളടക്കം പുറത്തു വന്നിരുന്നു. അതായത് തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പ് മാത്രം ഉപയോഗിച്ച് വാങ്ങാവുന്നതാണ് എയർഗണ്ണൊക്കെ. അവയൊക്കെ നിയമാനുസൃതമുള്ളതാണ്. അതേസമയം ഫയർ ആംസ് എന്ന ഗണത്തിൽ വരുന്ന ലൈസൻസ് ഇല്ലാതെ ഉപയോഗിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള തോക്കുകളും ഇന്ന് എയർഗൺ എന്ന പേരിൽ വിൽക്കപ്പെടുന്നുണ്ട് എന്ന് സംശയിക്കുകയാണ്. കളിത്തോക്കുകൾക്ക് അപ്പുറത്ത് യഥാർത്ഥ തോക്കിന്റെ മാതൃകയിലുള്ള എയർഗണ്ണുകൾ ഇന്ന് ഓൺലൈൻ വിൽപ്പന പ്ലാറ്റ്ഫോമുകളിലാകട്ടെ സുലഭമായി കിട്ടുകയും ചെയ്യുന്നു. 250 രൂപ മുതൽ 25,000 രൂപയ്ക്ക് മുകളിൽ വരെ എയർഗണ്ണുകൾ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഏതൊരു സാധാരണക്കാരനും വാങ്ങാൻ കഴിയുന്ന സ്ഥിതിയിൽ എത്തിയിരിക്കുന്നു. ഒരു ലൈസൻസും ആവശ്യമില്ല എന്ന പരസ്യത്തോടെയാണ് ഓൺലൈനിൽ പോലും ഇത്തരത്തിൽ വിൽപ്പന പൊടിപൊടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് സാധാരണക്കാരൻ പോലും തോക്കുകൾ അവരുടെ കൈവശമുണ്ട് എന്നുള്ള വാർത്തകളാണ്, ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്.